പന്ത് കെട്ടാറുള്ളതാണോ? അദ്ദേഹത്തിന്റെ അഭിപ്രായം വരും, എന്താ പറയും. അദ്ദേഹം ഭരണഘടനാ ലംഘനം നടത്തിയിട്ടുണ്ടോ? ബജറ്റ് ഒന്നും അവതരിപ്പിച്ചില്ലേ? ഭരണഘടന വരവായിട്ട് തന്നെ അല്ലെ 2 പാരഗ്രാഫ് വായിച്ചാൽ 2 സെന്റൻസ് വായിച്ചാൽ ഇപ്പം അത് ഇതാ ബജറ്റല്ല, നയപ്രഖ്യാപനത്തിന്റെ അവതരണമായി കഴിഞ്ഞു ബജറ്റ് സമ്മേളനത്തിൽ. അപ്പൊ എന്താ പുള്ളി എന്താ ചെയ്യും? അതിനുള്ള നന്ദി പ്രകടനമാണോ ഇവർ നടത്തിയത്? എന്ത് വൃത്തികേടൊക്കെയാണെങ്കിൽ അത് കേരളത്തിനെ എങ്ങോട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്? സാമ്പത്തികമായിട്ട് മുടിച്ചു കുട്ടിച്ചോറാക്കി, എന്നിട്ട് കുട്ടിക്കുരങ്ങുകളെ കൊണ്ട് കുട്ടിച്ച് ചുടിയോറ് മാന്തിക്കുക, കളിക്കുക. ഭരണം എന്ന് പറയുന്നത് ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ടതാണ്. ശ്രീ രാജേന്ദ്രൻ, ഇന്ന് കൊല്ലം നിലമേലിൽ ഒരുപാട് കേരളം ഇതുവരെ കാണാത്ത ഒരു നാടകം, അല്ലെങ്കിൽ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞ പോലെ ഗവർണറുടെ ഒരു ഷോ ആണ് നടന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയം എന്നോട്ടാണ് പോകുന്നത്? കേരള സർക്കാരിന്റെ രീതി എന്താണിത്? അത് തന്നെയാണ്, അതായത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഈ ഗവർണർ ഈ പരാതികൾക്ക് സംസ്ഥാന സർക്കാരിനെയും പോലീസ് മേധാവിയെയും ഒക്കെ അറിയിച്ചിട്ട് കാലങ്ങൾ കുറയായി. എന്നിട്ടും അദ്ദേഹത്തെ ഒരു ഇരയാക്കിക്കൊണ്ട് തങ്ങളുടെ ഗുണ്ടാ വിഭാഗമായിട്ടുള്ള SFIയുടെയും DYFIയുടെയും മുന്നിലേക്ക് എറിഞ്ഞു കൊടുത്തിരിക്കുകയാണ് സംസ്ഥാന ഭരണകൂടം എന്ന് യോജിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ സംസ്ഥാന ഗവൺമെന്റ് തന്നെയാണ് ഭരണഘടനാ സ്ഥാപനങ്ങളെ ഒക്കെ കേന്ദ്ര ഗവൺമെന്റ് നശിപ്പിക്കുന്നു, ഭരണഘടനാ മൂല്യങ്ങളെ നശിപ്പിക്കുന്നു. ശരിയാണ്, ഭരണഘടന എന്ന് പറയുന്നത് നമ്മളിപ്പോൾ 75ാം റിപ്പബ്ലിക് ദിനം കഴിഞ്ഞ ദിവസം ആഘോഷിച്ചതേ ഉള്ളൂ. ഗംഭീരമായിട്ട് ബാബു രാജേന്ദ്ര പ്രസാദ്, ജവഹർലാൽ നെഹ്റു, അതുപോലെ തന്നെ ഡോക്ടർ BR അംബേദ്കർ തുടങ്ങി ദാക്ഷായണി വേലായുധൻ തുടങ്ങിയവരെല്ലാം കൂടി ചേർന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വളരെ കൂലങ്കഷമായി ചർച്ച ചെയ്ത് കൊണ്ടുവന്ന ഭരണഘടന, അതിനെ നശിപ്പിക്കാനും അതിന്റെ മൂല്യം കെടുത്താനും അതിന്റെ മൂല്യ ശോഷണം നടത്താനും ആര് ശ്രമിച്ചാലും അത് തെറ്റാണ്. ആ ഭരണഘടനയിലെ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഈ ഗവർണർ പദവി. ഈ ഗവർണർ പദവിയെ കുറിച്ചുള്ള ചർച്ചകൾ പലവട്ടം, ഗുബർണറ്റോറിയൽ പോസ്റ്റ് എന്നാണ് പറയുന്നത്, അത് വേണോ, ഇങ്ങനൊരു പദവി വേണോ, ആവശ്യമില്ലാത്തതല്ലേ എന്നുള്ള ചർച്ചകൾ വന്നിട്ടുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഭരണഘടനാ ശില്പികൾ ആരും തന്നെ ഈ ഒരു സ്ഥാനം വേണ്ട എന്ന് വെച്ചിട്ടില്ല. കാരണം ഒരു ഫെഡറേഷൻ സ്വന്തമായിട്ട് ഭരണാധികാരം, ആത്യന്തിക ഭരണാധികാരം ഇല്ലാത്ത സ്റ്റേറ്റുകളുടെ ഒരു ഫെഡറേഷൻ എന്നുള്ള കോൺസെപ്റ്റ് ആണ് ഇന്ത്യൻ യൂണിയൻ ഉള്ളത്. അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അവിടെ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ലിങ്കായിട്ട് വേണ്ട പദവിയാണ് ഗവർണർ. ആ ഗവർണർ ഭരണഘടനാ സ്ഥാപനവും ഭരണഘടന അനുശാസിക്കുന്നതുമാണ്. അദ്ദേഹത്തിന് വേണ്ട അവകാശങ്ങൾ കിട്ടാൻ ലഭ്യമാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവാദിത്തമുണ്ട്. അതൊക്കെ മറന്നോ സംസ്ഥാന മന്ത്രിമാരൊക്കെ തന്നെ അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ്. ഒരു രാഷ്ട്രീയ പദവിയല്ല അത്, അതൊരു ഭരണഘടനാ പദവിയാണ്. അതിനെ ആക്ഷേപിക്കുന്ന രീതിയിൽ, കളിയാക്കുന്ന രീതിയിൽ, അതിന്റെ മൂല്യശോഷണം വരുത്തുന്ന രീതിയിൽ, അദ്ദേഹത്തെ കളിയാക്കുന്ന രീതിയിൽ, അദ്ദേഹത്തെ രാഷ്ട്രീയമായിട്ട് ആക്രമിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അദ്ദേഹം സംഘപരിവാറാണെന്നോ RSSകാരനാണ്. RSS ആയാലും എന്താ കുഴപ്പം? RSS എന്ന് പറയുന്ന നിരോധിത സംഘടനയാണോ? DYFI എന്ന് പറയുന്ന പോലെ ഒരു സംഘടനയാണ്. അതിന്റെ കുഴപ്പം? അങ്ങനെ സ്വന്തം രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം അദ്ദേഹം മുസ്ലിമായത് കൊണ്ട് അദ്ദേഹത്തിന് അയിത്തമാണെന്നാണോ വരുന്നത്? എന്ത് തരം രാഷ്ട്രീയമാണ് ഈ പറയുന്നത്? നിങ്ങൾക്കൊരു സംഘടനയോട് വിരോധമുണ്ടെങ്കിൽ ആ സംഘടനയെ അനുകൂലിച്ച് ആരും നിലപാടെടുക്കരുതെന്നാണോ? നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ വിശ്വാസത്തിലും തൊഴിലാളി വർഗ ജനാധിപത്യത്തിലും ടോളിറ്റേറിയൻ ഡിക്റ്റേറ്റർഷിപ്പിലും വിശ്വസിക്കാവുന്നതുപോലെ അദ്ദേഹത്തിന് സംഘപരിവാറിൽ വിശ്വാസമുണ്ടെങ്കിൽ അതിൽ വിശ്വസിക്കാനും അവകാശമുണ്ട്. ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടന നൽകുന്നതാണ്. അതിന്റെ ആളാണെന്ന് പറയുമ്പോൾ എന്താണ് അദ്ദേഹം ഒരു തീവ്രവാദിയാണെന്ന് പറഞ്ഞാൽ പിന്നെയും നമുക്ക് മനസ്സിലാക്കാം. രാജ്യദ്രോഹിയാണെന്ന് പറഞ്ഞാൽ അത് ഭരണഘടനാ വിരുദ്ധമാണ്. അതല്ലല്ലോ. ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് നിൽക്കുന്ന സംഘടനകളുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടെങ്കിൽ എന്താ കുഴപ്പം? എന്താണ് പ്രശ്നം? നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? അത് നിങ്ങൾ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ വില കുറഞ്ഞ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ നിങ്ങളുടെ വിദ്യാർത്ഥി സംഘടനയുടെ ഇരയാക്കാമെന്ന് വിചാരിച്ചാൽ അത് നിങ്ങൾ ഭരണഘടനയെ മാനിക്കാത്തവരായതുകൊണ്ടാണ്. മുഖ്യമന്ത്രിക്ക് മുകളിലാണ് ഗവർണറുടെ പദവി ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച്, പ്രോട്ടോകോൾ അനുസരിച്ച്. എന്നിട്ട് നിങ്ങൾ അദ്ദേഹത്തെ വെറും ഒരു വിദൂഷകനെ പോലെ ആണ് കണക്കാക്കുന്നത്.
ഒരു ഹാസ്യ കഥാപാത്രത്തെ പോലെയാണ് കണക്കാക്കുന്നത്. കളിയാക്കുകയാണ്. മന്ത്രിമാരല്ല. വി ശിവൻകുട്ടി വിദ്യാഭ്യാസത്തിന്റെ മന്ത്രിയാണ്. വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിന് എന്താ പറയുക, അത്ര മോശമായ രീതിയിലാണ് കളിയാക്കുന്നത്. ഈ അദ്ദേഹത്തിന്റെ കീഴിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ആ അദ്ദേഹത്തെ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഗവർണർ പദവിയെ പറ്റി എന്ത് വിചാരിക്കും? അവർ പാഠപുസ്തകത്തിൽ പഠിക്കുന്ന രീതിയിലാണോ ഈ ഗവർണറെ അദ്ദേഹം ആക്ഷേപിക്കുന്നത്? ഈ അദ്ദേഹത്തിന് അതിന് അവകാശമുണ്ടോ? തന്നെക്കാൾ ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന ഒരാളിനെ ഇങ്ങനെ വിമർശിക്കാൻ? അദ്ദേഹം മന്ത്രി അല്ലെങ്കിൽ അതിന് അവകാശമുണ്ട്. സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിക്ക് അവകാശമുണ്ടോ? ഭരണഘടനാ സ്ഥാപനങ്ങളെ മാനിക്കും എന്ന് പറഞ്ഞുകൊണ്ടും അല്ലേ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിക്കുന്നത്? അദ്ദേഹത്തിന് എതിർക്കണമെങ്കിൽ അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചിട്ട് വേണം എതിർക്കാൻ. നിങ്ങളുടെ രാഷ്ട്രീയ വിരോധം കാണിക്കാനുള്ള ഒരു സ്ഥാപനമല്ല ഗവർണർ. ഞങ്ങളോട് എതിർത്താൽ, ഞങ്ങൾ പറയുന്നു അതുപോലെ നടപ്പാക്കിയില്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കളയുമെന്നുള്ള ഭീഷണിയാണ് കാണിച്ചത്. അതിന്റെ മറുപടിയാണ് ഗവർണർ കൊടുത്തത്. ഗവർണർ പദവിക്ക്, അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും ഭീഷണി വന്നു കഴിഞ്ഞാൽ അത് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് ഇടപെടാം. NIA മുതലുള്ള പ്രൊട്ടക്ഷൻ ആയിരിക്കും അദ്ദേഹത്തിന് കിട്ടുന്നത്. നമ്മുടെ കേരള ഇതിന്റെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ അമിത്ഷാ കാര്യം അത് നോക്കും. അതിന് പ്രോട്ടോകോൾ ഉണ്ട്, അതിന് ബ്ലൂ ബുക്ക് ഉണ്ട്. അതനുസരിച്ച് ഒരു ഗവർണർ തന്റെ സുരക്ഷയെ പറ്റി, സംസ്ഥാനത്തെ സ്ഥിതിഗതികളല്ല, സംസ്ഥാനത്തെ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം അല്ല, തന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് പറഞ്ഞാൽ കേന്ദ്രം CRPFന്റെ പ്രൊട്ടക്ഷൻ കൊടുക്കും തീർച്ചയായിട്ടും. അതുപോലെ തന്നെ അതിനപ്പുറം ഇതുപോലുള്ളത് മുൻകൂട്ടി കണ്ടെത്താനും ഇല്ലാതാക്കാനും ഇസഡ് കാറ്റഗറി അല്ല, NIA പോലും രംഗത്തെത്തും. NIA വന്നു കഴിഞ്ഞാൽ അവർക്ക് സർവ്വാധികാരമുണ്ട്. സംസ്ഥാന പോലീസിന്റെയോ സംസ്ഥാന ആഭ്യന്തരമന്ത്രിയുടെയോ ഒന്നും ഒരു അനുവാദവും വേണ്ട. ഗവർണർക്ക് ഈ രാഷ്ട്രം, ഈ രാജ്യത്തിന്റെ ഭരണഘടന, അതിനനുസരിച്ചുള്ള നിയമങ്ങൾ പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കും. ഒരുത്തന്റെ കേരള പോലീസിന്റെ ഔദാര്യങ്ങളൊന്നും അതിനാവശ്യമില്ല. DGPയുടെ പോലും ഔദാര്യം ആവശ്യമില്ല. കണ്ടു ഇതിന്റെ തിരിച്ചടി തീർച്ചയായിട്ടും ഈ കുട്ടിക്കളി ഉണ്ടല്ലോ, വിവരമില്ലാത്ത കുറെ കുട്ടികൾ നടത്തുന്ന അവരെന്താണ് ചെയ്യുന്നതെന്ന് അവരറിയുന്നില്ല. എന്നാൽ അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ഈ വിദ്യാഭ്യാസ മന്ത്രിയില്ല. അദ്ദേഹം SFIയിൽ കൂടി വന്നതാണല്ലോ. മുഖ്യമന്ത്രിയില്ല, ഭരണകൂടമില്ല. ഇങ്ങനെ കൈയടിച്ചോളൂ. ആ കുട്ടികൾ ഇങ്ങനെ കുട്ടിക്കൊരങ്ങനെ കൊണ്ട് ചുടിയോറ് വന്നിട്ടുള്ളൂ. ഇപ്പൊ കൈ ശരിക്ക് പൊള്ളാൻ പോവുകയാണ് കേരള ഗവൺമെന്റിന്റെ. ഒരു ഗവർണർ വഴിയിലിരിക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ അത് വലിയൊരു സുരക്ഷാ വീഴ്ചയാണ്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുക. ഇന്ന് വിദ്യാർത്ഥികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടമാണോ ഗവർണർ എന്ന് പറഞ്ഞാൽ? പന്ത് കെട്ടാറുള്ളതാണോ? അദ്ദേഹത്തിന്റെ അഭിപ്രായം വരും, എന്താ പറയും. അദ്ദേഹം ഭരണഘടനാ ലംഘനം നടത്തിയിട്ടുണ്ടോ? ബജറ്റ് ഒന്നും അവതരിപ്പിച്ചില്ലേ? ഭരണഘടന വരവായിട്ട് തന്നെ അല്ലെ 2 പാരഗ്രാഫ് വായിച്ചാൽ, 2 സെന്റൻസ് വായിച്ചാൽ ഇപ്പം അത് ഇതാ ബജറ്റല്ല, അത് നയപ്രഖ്യാപനത്തിന്റെ അവതരണമായി കഴിഞ്ഞു ബജറ്റ് സമ്മേളനത്തിൽ. അപ്പൊ എന്താ പുള്ളി എന്താ ചെയ്യും? അതിനുള്ള നന്ദി പ്രകടനമാണോ ഇവർ നടത്തിയത്? എന്ത് വൃത്തികേടൊക്കെയാണെങ്കിൽ അത് കേരളത്തിനെ എങ്ങോട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്? സാമ്പത്തികമായിട്ട് മുടിച്ചു കുട്ടിച്ചോറാക്കി, എന്നിട്ട് കുട്ടിക്കുരങ്ങുകളെ കൊണ്ട് കുട്ടിച്ച് ചുടിയോറ് മാന്തിക്കുക, കളിക്കുക. ഭരണമെന്ന് പറയുന്നത് ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ടതാണ്. ഗവർണറെ ഇട്ട് തട്ടുക. നിങ്ങളുടെ രാഷ്ട്രീയ അതാണ് പറയുന്നത്. ഈ ഇടതുപക്ഷത്തിന് ഭരിക്കാൻ അറിയില്ല, അവർക്ക് സമരം ചെയ്യാനേ അറിയാവൂ. നിങ്ങൾ രാജിവെച്ചിട്ട് പോയി സമരം ചെയ്തോ കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ പോയിട്ട്. പക്ഷെ രാജിവെച്ചിട്ട് ഈ ഭരണഘടന അനുസരിച്ച് സത്യപ്രതിജ്ഞ ചെയ്തിട്ടിരിക്കുന്ന മന്ത്രിമാരും മുഖ്യമന്ത്രിയൊന്നും ഇങ്ങനെയൊക്കെ ഗവർണർക്കെതിരെ പടനയിക്കാൻ പോകരുത്. ഭരണവും സമരവും എന്നുള്ള നയം തന്നെ അടിപൊടലം തെറ്റാണ്. നിങ്ങൾ ഒന്നേ സമരം ചെയ്യൂ, അല്ലെങ്കിൽ ഭരണം നടത്തൂ. ഈ രണ്ടും കൂടെ നിങ്ങൾക്ക് പറ്റില്ല. ഭരണവും സമരവും ഞങ്ങൾ നടത്തുമെന്ന് പറയുമ്പോൾ ഭരണഘടനാ വിരുദ്ധം തന്നെയാണ്. ആ ഭരണഘടനാ വിരുദ്ധത, ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വാസമില്ലാത്ത, ജനകീയ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന CPMന്റെ കയ്യിൽ പൂമാല കിട്ടിയാൽ എന്തു സംഭവിക്കുമെന്നുള്ളതിന്റെ കാഴ്ചയാണ് നമ്മളിപ്പോ ഈ സമകാലിക കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സംശയമില്ല കാര്യം. നന്ദി ശ്രീ രാജേന്ദ്രൻ.